ഇന്നെന്റെ ബാഡ് ജോയിന്റ് അടിക്കണം, ഒന്ന് കറങ്ങണം, എല്ലാം മറന്ന് പറക്കണം. അടിച്ചടാ ഇളുത്തൊന്ന് വലിച്ചടാ, എല്ലാം മറന്ന് പറന്ന് ഞാനിത് ഏത് ജില്ല ശിവനേ. മൂന്ന് പഫങ്ങടുത്തങ്ങ് തുടങ്ങി, ഉള്ളിലെ പല പല കഥകളോ വിളമ്പി, ഒടുവില് കരച്ചിലും പിടിച്ചിലും തുടങ്ങി. സീരിയൽ പോലങ്ങ് നീണ്ടങ്ങ് തുടങ്ങി, ലവന്മാരാട്ടിമുടി വിറപ്പിച്ച് കിടത്തി. ഞാനോ നിർത്താതെ സ്പീച്ച് അങ്ങ് തുടങ്ങി, അത് കേട്ടാവന്മാരെ കിടന്നങ്ങ് ഉറങ്ങി. ഉള്ളിൽ നിഷേധ ചിന്തകൾ മുഴങ്ങി, അവിടെ നിന്ന് നിർത്താതെ തലയങ്ങ് നാട്ടിലോ വീട്ടിലോ വിലയില്ല മൈൻഡില്ല. അപ്പോൾ നമ്മളെ വണ്ടിക്ക് ഇന്ന് 2 വയസ്സായിട്ടുണ്ട്. അങ്ങനെ വണ്ടി എടുത്തിട്ട് 2 വർഷമായി, ഏകദേശം 730 ദിവസമായി വണ്ടി എടുത്തിട്ട്. വണ്ടി എടുത്ത അന്നോട്ടുള്ള കുറേ ഓർമ്മകളാണ് നമ്മൾ ഇത്രയും കാലം നമ്മളെ ചാനലിൽ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴും കൂടുതലും വീഡിയോസ് ഈ വണ്ടിയെക്കുറിച്ചാണ് ഇടുന്നത്. എന്തായാലും രാവിലെ തന്നെ വണ്ടിക്ക് ഒരു ചെറിയ പാട്ടൊക്കെ ഇട്ട് വിഷ് ചെയ്ത് കൊടുത്ത്, നമ്മളെ വിഷുവണ്ണൻ്റെ പാട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം വണ്ടി ഹാപ്പി ആയിരിക്കും. അങ്ങനെ നമ്മൾ വണ്ടി മോഡിഫൈ ചെയ്ത് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോരം മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോസ് ആയാലും നിങ്ങളുടെ മുമ്പിൽ എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത്രയും കാലം കൂടെ നിന്ന് വണ്ടി കണ്ടില്ലേ. പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട് വണ്ടിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടൊക്കെ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു വണ്ടി കാരണമാണ് എനിക്ക് ഈ ഒരു 3000 എങ്കിൽ അല്ലെങ്കിൽ 4000 എങ്കിൽ സബ്സ്ക്രൈബർ എങ്കിലും എനിക്ക് ഉണ്ടായത് കുറേയൊക്കെ ഈ വണ്ടി കാരണമാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇതിൻ്റെ ഇൻസ്റ്റാ പേജ് ആയാലും ഫുൾ വണ്ടിയാണ്. എൻ്റെ ഫേസ് ഒന്നും ഞാൻ അധികം കാണിക്കാറില്ല. യൂട്യൂബ് വഴിയാണ് എൻ്റെ മുഖം ഞാൻ കാണിക്കാറുള്ളത്. രാവിലെ എണീച്ച് ചായ കുടിച്ചിട്ട് നേരെ ഇറങ്ങിയ ഒരു വീഡിയോ എടുക്കാനാണ്. കാരണം ഇന്ന് ഇതിൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ മീൻസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 2ാമത്തെ വർഷമാണ്. മാർച്ച് 15 എനിക്ക് വണ്ടി കിട്ടിയത്. അപ്പോൾ ഇതാ മാർച്ച് 15 ആവാറായപ്പോൾ തന്നെ നമ്മൾ റെഡ് റൂസ്റ്ററും കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് റെഡ് റൂസ്റ്റർ വെച്ച് ഞാനാണെന്ന് തോന്നുന്നത്. കാരണം ആദ്യമേ വണ്ടി എടുത്ത സമയത്ത് എല്ലാവരും റെഡ് റൂസ്റ്ററൊക്കെ വെച്ച് കുറേ വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ലാസ്റ്റ് വെച്ചിട്ട് ഇപ്പം വീഡിയോ എടുത്ത് നിങ്ങൾ കാണിക്കുന്നു. എല്ലാവരും ഒരുപാട് കമൻസൊക്കെ വരാറുണ്ട് DB ഒക്കെ വെച്ചിട്ട് കാണിക്കാൻ വേണ്ടി. ഇന്നത്തെ വീഡിയോ നമ്മളുടെ വണ്ടിയുടെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ പോലെയാണ്. കേക്കൊന്നും മുറിക്കണമെന്നില്ല. വണ്ടി എടുത്തുകൊണ്ട് മാക്സിമം കറങ്ങുക എന്ന് വെച്ചാൽ വണ്ടി എടുത്ത് ഓടാനുള്ള പ്ലാനിങ് ആണ്. കാരണം വണ്ടി ഓട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അതിങ്ങനത്തെ വണ്ടി ഓടിച്ച് നോക്കണം കഴിച്ച് ഇങ്ങനെ മനസ്സിലാവും. നമ്മൾ വീഡിയോയിലോട്ട് പോകണമെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിച്ചിട്ട് തുടങ്ങുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ജസ്റ്റ് ഒരു സെലിബ്രേഷനിലോട്ട് പോകും. കേക്കും കാര്യങ്ങളൊന്നും മുറിക്കില്ല. മാക്സിമം കിലോമീറ്ററിൽ നിന്നും കുറച്ച് ഓടണമെന്നുണ്ട്. ആ ഒരു ഫീലിംഗ് ഇന്ന് കിട്ടണം. ആ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം. അപ്പോൾ എന്തായാലും നിങ്ങളും കാണുക. അപ്പോൾ എന്തായാലും ലൈക്ക് അടിച്ച് കൂടെ നിൽക്കുക. ോട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ ഓക്കറൺ വീഡിയോ കൂടെ കാണിച്ചു തരാം. ഞാൻ പിന്നെ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻ എന്തൊക്കെയാണെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഏകദേശം 60,000 രൂപ മുടക്കി ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങൾ ഈ വണ്ടിക്കകത്തുണ്ട്. കുറേ റൂമിനകത്ത് ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മളെ വണ്ടി ഇന്ന് ഇരിക്കുന്ന റെഡ് റൂസ്റ്ററിലും കുറച്ച് സംഭവങ്ങളിലാണ്. നമ്മൾ സീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഓരോ ലുക്ക് കാണുമ്പോൾ എനിക്ക് പ്രാന്താവാറുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ട്. ഇപ്പോൾ തോന്നിയ ഒരു പ്രാന്താണ് നിങ്ങൾ മുമ്പിൽ എത്തിച്ചിട്ടുള്ള റെഡ് റൂസ്റ്റർ. അപ്പോൾ ഇത് വെച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി ഇഷ്ടം പോലെ വീഡിയോ ഈ ഒരു ആറ്റം ബോംബ് വഴി വരേണ്ടതാണ്. പിന്നെ കുറേ പേര് പറഞ്ഞ് AEW ആറ്റം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വയ്ക്കാൻ പറഞ്ഞു. എന്തായാലും ഇത് വെച്ചില്ലേ, നമുക്ക് എന്തായാലും അതും സെറ്റാക്കാം. എന്തായാലും അതും കിട്ടും, നമുക്ക് അതും വയ്ക്കാം. അപ്പോൾ എന്തായാലും ചെയ്തിട്ടുള്ള ചെറിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി ചെയ്ത സംഭവമാണ്. നമ്മൾ റെഡ് റൂസ്റ്റർ സെറ്റാക്കി. DBയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അതെന്തായാലും വച്ച് സൗണ്ട് കേൾപ്പിച്ച് തരാം. നമ്മൾ റെഡ് റൂസ്റ്റർ സെറ്റാക്കി. പിന്നെ നമ്മൾ റീസെൻ്റ്ലി ചെയ്തതാണ് നമ്മളെ ക്ലച്ച് ലിവർ. അങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഈ ക്ലച്ച് ഈസി ക്ലച്ച് ആക്കിയിട്ടുള്ളതുകൊണ്ട് സുഖമാണ് ഈ സംഭവം പിടിക്കാനായിട്ട്. ഇനി ഈ സംഭവം കൂടെ ഒന്ന് മാറ്റണമെന്നുണ്ട്. പക്ഷേ ഇതിന് 7,200 രൂപേൻ്റെ ഉടനെ ഇത്ര ഫണ്ട് എടുത്ത് മറിക്കാൻ എന്തായാലും അതില്ല. അതുകൊണ്ട് അത് നമുക്ക് പതിയെ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ഇത് സെറ്റാക്കി. ഇത് ഞാൻ സജസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് വയ്ക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ വെച്ച് നോക്ക്. സെറ്റായിരിക്കും സാധനം. കാരണം ഇവിടെ പിടിക്കാനും സൈസുണ്ട്. പിന്നെ ഈസി ക്ലച്ചുമാണ്. ഈസി ക്ലച്ചിന് 3000 രൂപ എന്തോ ഉള്ളൂ. അപ്പോൾ അത് ആക്കി കഴിഞ്ഞാൽ സെറ്റായിരിക്കും. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീലോഡ് സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, പ്രീലോഡ് സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 2 മാസം മുമ്പ് നമ്മളുടെ കട്ട ടയർ എന്ന് പറയാൻ പറ്റില്ല, ഇതിന് ട്യൂബ്ലെസ് ടയറെ കയറ്റാൻ പറ്റൂ. കാരണം ഈ വണ്ടി ഞാൻ ട്യൂബ്ലെസ് ആക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും നേരത്തെ വണ്ടി എടുത്ത സമയത്ത് ആക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത് ചോദിച്ചവർക്ക് ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ വേറെ റീൽ കണ്ട വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്ക്. അത്യാവശ്യം യൂസ്ഫുൾ ആണ്. കാരണം പഞ്ചറായി കഴിഞ്ഞാൽ നമുക്ക് കുത്തി തിരിച്ച് സെറ്റാക്കാൻ പറ്റും. അങ്ങനെ കിടിലൊരു ടയറൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞ ടയറാണ്. ഒരു 10,000 കിലോമീറ്റർ ഓടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓടുമായിരിക്കും. അപ്പോൾ എന്തായാലും അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ജെനുവിൻ സർവീസ് ഏകദേശം 6,000 രൂപ മുടക്കി നമ്മളെ ബ്രാക്ക് പാഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയ ഒരു വണ്ടിയാണ് എൻ്റെ വണ്ടി. ഇതൊക്കെ വലിച്ചിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഒരിത് അതാണ് ഇടയ്ക്കിടയ്ക്ക് ഫേസ് കാണിക്കാത്ത. എന്തായാലും അത് മാറി വരും. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ പോയി അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കുറച്ച് പൈസ കിട്ടുമ്പോൾ നമ്മൾ കൂട്ടി വാങ്ങിച്ച സംഭവങ്ങളാണ് നമ്മളുടെ വണ്ടിയിൽ കാണുന്ന ഈ സാധനങ്ങളൊക്കെ. കുറേയൊക്കെ ഒരു റൂമിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാക്കി സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തും കയറ്റിയിട്ടുണ്ട്. പിന്നെ പുറത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അമ്പലത്തിൽ ഉത്സവമാണ്, അതാണ് സൗണ്ട് കേൾക്കുന്നത്, ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും അധികം നീട്ടുന്നില്ല. നമുക്ക് എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് യാത്ര തുടങ്ങാം. എങ്ങോട്ടെന്നില്ലാത്തൊരു യാത്ര തുടങ്ങാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് ഫ്യൂലും കാര്യങ്ങളൊക്കെ
2 കെട്ട ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജസ്റ്റ് ഒന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാം, കാരണം ഇന്നലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പം ജസ്റ്റ് ഒന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്തും കൂടെ ഇട്ടിട്ട് ആ ശബ്ദം നിങ്ങൾക്ക് രാവിലെ ആ ശബ്ദം കൂടെ ഞാൻ കേൾപ്പിച്ച് തന്നിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. വാവ്, ഈ ഒരു വ്യൂ ഒരു 2 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ തുറന്ന് വന്ന് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ. രാത്രിയാണ് എനിക്ക് വണ്ടി കിട്ടിയത്. ഞാൻ ഒരു വ്യൂ കാണിച്ചു തരാം. ഇങ്ങനെ കൊണ്ട് വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ തുടക്കത്തിലേ കാണിച്ചത്. ഇതുപോലെ ഗേറ്റല്ലല്ലോ, ഡോറ് തുറന്ന് ഇങ്ങനെ വരുന്നു. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സംഭവം ഞാൻ സൈഡിൽ കൊടുത്തിരിക്കാം. ഇങ്ങനെ വരുന്നു, വണ്ടി ഈ സൈഡിൽ തിരിച്ച് വെച്ചിരിക്കുമായിരുന്നു. വാവ്, ഈ ഒരൊറ്റ വ്യൂ. വണ്ടി കിട്ടുമ്പോൾ ഇത്ര വൃത്തിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ബാക്കി നമ്മൾ റെഡിയാക്കി എടുത്തതാണ്. കട്ട 5 എണ്ണം കാണിക്കുന്നുണ്ട്. പക്ഷെ നിലവിൽ ഇതിൽ 2 കട്ടയോ 1 കട്ട എന്തോ ആണ് ഉള്ളത്. 1 കട്ട എന്ന് പറഞ്ഞാൽ റിസർവ് എന്തോ ആണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് രാവിലെ പണി തന്നോ പുല്ലി. ഈ ഒരു ശബ്ദം കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. റെഡ് റോസ് അതും സെറ്റായി. പിന്നെ നമ്മളെ 2 വർഷത്തെ ഡ്രീം, 2 വർഷത്തല്ല വണ്ടി എന്നൊരു ഡ്രീം സെറ്റായി. 2 വർഷം അതായിട്ടുണ്ട്. എന്തല്ലേ, എന്തായാലും ശബ്ദം കേൾപ്പിച്ചിടാം. ജസ്റ്റ് ഒന്ന് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചൂടായി കഴിഞ്ഞാണ് ഈ ഒരു വണ്ടിയുടെ ശബ്ദം, ഈ ഒരു എക്സോസിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് അതുവരെ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണാം. ഇവിടെ ആമ്പലൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്, അതൊന്നും പൊടിച്ചിട്ടില്ല. ഇതൊക്കെ ഉണ്ടോ, കുറേ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടിട്ടു. കാണാവോ, ഉണ്ടോ കുറേ ഓടുന്നുണ്ടോ മീൻ കുഞ്ഞുങ്ങളൊക്കെ. നിങ്ങൾക്ക് വേണോ? അതായിരിക്കും ഒരു കൂട്ടം തന്നെ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ടൊരു, ഇവിടെ ഒരു, ഇവിടെ ഒരു, ഇവിടെ ഒരു, ഇവിടെ ഒരു കാണുന്നില്ല. നമുക്ക് എന്തായാലും മീൻ കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമുക്കത് ആർക്കെങ്കിലും ആണെങ്കിൽ ഫ്രീ ആയിട്ട് എടുത്തുണ്ടോ കണ്ടോ നമ്മളുടെ വണ്ടി. ഇപ്പോൾ കൈ കൊടുക്കാൻ സമയമായെന്ന് വെച്ചാൽ ചെറിയൊരു ചൂടൊക്കെ ആയിട്ടുണ്ട്. ഓ ഇന്നല്ലേ സൗണ്ട്. ഇന്നെൻ്റെ ബാഡ് ജോയിൻ്റ് അടിക്കണം, ഒന്ന് കറങ്ങണം, എല്ലാം മറന്ന് പറക്കണം. അടിച്ചടാ ഇളുത്തൊന്ന് വലിച്ചടാ, എല്ലാം മറന്ന് പറന്ന് ഞാനിത് ഏത് ജില്ല ശിവനേ. പുതുപങ്ങടുത്തങ്ങ് തുടങ്ങി, ഉള്ളില് പല പല കഥകളോ വിളമ്പി, ഒടുവില് കരച്ചിലും പിടിച്ചിലും തുടങ്ങി. സീരിയൽ പോലങ്ങ് നീണ്ടങ്ങ് തുടങ്ങി. ലവന്മാരാടിമുടി വിറപ്പിച്ച് കിടത്തി, ഞാനോ നിർത്താതെ സ്പീച്ച് അങ്ങ് തുടങ്ങി. അത് കേട്ടാവന്മാരെ കിടന്നങ്ങ് ഉറങ്ങി, ഉള്ളിൽ നിഷേധ ചിന്തകൾ മുഴങ്ങി. അവിടെ നിന്ന് നിർത്താതെ തലയിന്ന് നാട്ടിലോ വീട്ടിലോ വിലയില്ല മൈൻഡില്ല. തൊട്ടടുത്തുള്ളൊരു കുളത്തിൻ്റെ അവിടെയാണ് പോകുന്നത്. ഇതുവരെ നിങ്ങൾ കാണിച്ചു തന്നിട്ടില്ല ഈ ഒരു കുളം. അപ്പം അത്യാവശ്യം ദൂരമുണ്ട് അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് വരാൻ. ഗോപ്രോ ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ ഞാൻ വണ്ടിയിൽ നിന്നെല്ലാം വിടുന്ന കാണാൻ പറ്റും. അപ്പോൾ കുളത്തിൻ്റെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. വണ്ടി വിടാൻ കുറച്ച് കാരണമുണ്ട്. തൊട്ടടുത്താണ് എൻ്റെ പറമ്പുള്ളത്. അപ്പോൾ അവിടെ തേങ്ങ ഉണ്ടോ നോക്കാൻ കൂടെ വീട്ടിൽ പറഞ്ഞിട്ട് എന്തായാലും ജസ്റ്റ് അതും കൂടെ നോക്കാമെന്ന് വിചാരിച്ച്. തേങ്ങയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ജസ്റ്റ് നോക്കാൻ വേണ്ടി കൂടെ വന്നു.
വീടിൻ്റെ മുമ്പിൽ കൊണ്ട് വണ്ടി വെച്ചിട്ടുണ്ട്. ഇനി കുളം കണ്ടോ അപ്പോൾ കുറച്ച് നേരം കുളം കണ്ടിട്ട് ഞാനും കുറച്ച് നേരം കുളം കണ്ടിട്ട് ഇവിടെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാണിച്ചു തരാം. വഴികളുണ്ടോ, കുഞ്ഞു കുഞ്ഞു വഴികളായി. അപ്പോൾ ഇതുപോലത്തെ സ്ഥലത്തൂടെയാണ് പണ്ടേ നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടി നടന്നത്. ഇപ്പോൾ ബൈക്കും കൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, എനിക്കൊന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. ഞാൻ വണ്ടി എൻജോയ് ചെയ്യണം. അപ്പോൾ അതാണ് ഞാൻ ഒന്ന് പറയുന്നത്. അപ്പോൾ കിട്ടുന്നിടത്തൊക്കെ വെച്ചാണ് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് മുമ്പ് കാണിക്കുന്നത്. ഈ വഴി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ തിരിച്ചെവിടെയെങ്കിലൊക്കെ കൊണ്ട് സേഫായിട്ട് എത്തിച്ചിട്ടേ കാണിച്ചു തരാൻ പറ്റും. കാരണം ഇതിൻ്റെ ഇടയിൽ വെച്ച് വിഴുന്നാൽ ആരുമില്ല എന്നെ തൂക്കിയെടുക്കാൻ. അത് മാത്രം. രാവിലെ എല്ലാം ഓട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ ഇരിക്കാൻ തോന്നുന്നില്ല. വണ്ടി കാണുമ്പോൾ ഓട്ടിക്കാൻ തോന്നുന്നു. കാരണം ഈ റെഡ് റൂസ്റ്ററിൻ്റെ ആ ഒരു ശബ്ദം, നിങ്ങൾക്ക് ഇതുവരെ ആ ശബ്ദം കറക്റ്റ് കേട്ടിട്ടില്ല. കാരണം എയറിൻ്റെ ആ ഒരു വിൻഡ് അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ ശബ്ദം അടുത്തിരുന്ന് കേട്ടോ കൊണ്ട് നമുക്ക് ഓട്ടിക്കാനുള്ള ഒരു ത്വര വരും. ചുമ്മാ ഇല്ല, ഇത് ഓട്ടിച്ച് തൂക്കിക്കൊണ്ട് പോകണം. അപ്പോൾ എന്തായാലും വീണ്ടും എന്താ കറങ്ങാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം മൊത്തം കറക്കത്തിൻ്റെയാണ്. പക്ഷേ വീഡിയോ എത്ര കിട്ടുമെന്നൊന്നും അറിയില്ല. കാരണം ഗോപ്രോ ആണ് മെയിൻ വിഷയം. അതിൻ്റെ അടുത്ത് സെറ്റാക്കണം. ഇത് വാങ്ങിച്ച പൈസയ്ക്ക് വേണമെങ്കിൽ ഗോപ്രോ വാങ്ങായിരുന്നു. പക്ഷേ ഈ സാധനം കിട്ടൂലേ. റെഡിയാക്കാം, പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ എന്തായാലും അടുത്ത കറക്കം സെറ്റാക്കാൻ പോവാണ്. കുറച്ച് ദൂരം എങ്ങോട്ടെന്ന് അറിയില്ല. കുറച്ച് കിലോമീറ്റർ ഓടണമെന്നുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ ഡാം വരെയൊക്കെ പോകാം. കാട്ടാര ഡാം കുറച്ച് ലോങ് ആണ്. അപ്പോൾ അതുവരെയൊക്കെ പോയി ഫീലൊക്കെ തീർത്തിട്ട് റിസർവ് ആക്കി കൊണ്ടുപോയിക്കാനുള്ള പ്ലാനിങ്. അപ്പോൾ എന്തായാലും യാത്ര തുടങ്ങാം. ഇന്ന് വണ്ടിയുടെ ബർത്ത്ഡേ ഉണ്ട്. കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വാങ്ങിച്ച്, എനിക്കല്ല വേറൊരു കസിൻ്റെ വീട്ടിലിടാനാണ്. അങ്ങനെ കുറേ മീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ വന്നു. കണ്ടോ, ഇതൊക്കെയാണ് സാധനം. ഇതാ കുറേ ഞണ്ടല്ലല്ലോ, മറ്റേ സാധനത്തിൻ്റെ പേര് മറന്നു. ലോബ്സ്റ്ററല്ല, ആ കൊഞ്ച് അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അങ്ങനെ 2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. അപ്പോൾ എന്താ ഇതൊക്കെ വീട്ടിൽ ഇപ്പോൾ അൺബോക്സ് ചെയ്യണം കൂടെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഡാമിലെത്തിയിട്ടുണ്ട്. ഡാമിൻ്റെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. വണ്ടിയൊക്കെ ഓട്ടിച്ചത് ആ വീട്ടിലെത്തി. ഇപ്പോൾ ടൈം 6:30 മണിയായിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തി. കണ്ണിലെന്താ ഈച്ചയൊക്കെ പോയെന്നാണ്. അങ്ങനെ അതാ പറന്ന് തകർത്തിട്ട് റെഡ് റോസ്റ്ററൊക്കെ പൊട്ടിച്ചെത്തിയിട്ടുണ്ട്. അടിപൊളി. എന്തായാലും കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഞാൻ കുറേ കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോ കുറച്ചൊക്കെ എന്തായാലും കിട്ടി. പിന്നെ ഇടയ്ക്ക് കസിനൊക്കെ ഓടിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ബാക്കിൽ ഇരുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊള്ളാം. ഇന്നത്തെ ദിവസം എന്തായാലും ഇവിടെ വെച്ച് തീരെയൊന്നുമില്ല. കാരണം രാത്രി ഞാൻ എന്തായാലും കളിക്കാനൊക്കെ പോകുമ്പോൾ എടുത്തോണ്ട് പോകും. അപ്പോൾ എന്തായാലും പിന്നെ ഓട്ടിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇരുട്ടാകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇന്ന് തന്നെ വീഡിയോ ഇടണമെന്നുണ്ട്. അപ്പം എന്തായാലും രാവിലെ തുടക്കം തൊട്ടേ ജസ്റ്റ് മാർച്ച് 15 ഈ വീഡിയോ ഇടാമെന്നൊരു ആഗ്രഹം. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് വീഡിയോ ഉണ്ടാക്കാം.
അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടിയും കൂടെ കാണിച്ചു തന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കും. കുറേ ദൂരമൊക്കെ ഓടി നല്ല ചൂടായിരിക്കുകയാണ്. അയ്യോ വലിയ ചൂടില്ല, ഇതിന് പെട്ടെന്ന് വലിയ ചൂടാവത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ ഓടി താഴമ്പിച്ച് വന്നിരിക്കുകയാണ്. റോഡിലൊക്കെ ചെളിയൊക്കെ ആയിരുന്നു, മഴയൊക്കെ തുടങ്ങി. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓടി സെറ്റായിട്ടുണ്ട്. കുറേ രൂപയ്ക്ക് കുടിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്, കുടിച്ച് സെറ്റാക്കിയാണ് കുറേ ഓടിയത്. അങ്ങനെ നമ്മളുടെ വണ്ടി എന്താ 2 വർഷം, ഇന്നുകൊണ്ട് 2 വർഷം തികയും. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടിക്കാണില്ല, കാരണം ഓട്ടിക്കാൻ പോയിട്ടുണ്ടെങ്കിലും ഓട്ടിച്ച വീഡിയോ ഒന്നും അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ക്ഷമിക്കുക, നമുക്ക് ഗോപ്രോ എടുത്തിട്ട് ഇതൊക്കെ റെഡിയാക്കാൻ പറ്റും. അതിനുശേഷം എന്തായാലും ട്രാവൽ വീഡിയോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. കുറേ നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അപ്പോൾ അവരെന്നെ അന്വേഷിക്കുന്നുണ്ട്, അതാണ് ഇടയ്ക്കും കൂടി തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ എന്തായാലും വണ്ടി കൊള്ളാം. ഇൻ്റർസെപ്റ്റർ സജസ്റ്റ് ഒന്നും ചെയ്യില്ല, നിങ്ങളെ ഇഷ്ടം, നിങ്ങളിഷ്ടമുള്ള വണ്ടി എടുക്ക്, ആസ്വദിച്ചോട്ടിക്ക് വൈബടിക്കും, അതേ ഉള്ളൂ പറയാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ, ടാറ്റ.